കഴിഞ്ഞ ദിവസം സയൻസ് കേരള ചാനലിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകളെ കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പോൾ കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ലേസ് പോലത്തെ പൊട്ടറ്റോ ചിപ്സുകളിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്കിനെ പറ്റി പറയാത്തത് എന്നായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അതാണ്. ഇതിന്റെ ഒരു തുടക്കം ഒരു വൈറൽ വീഡിയോ എന്നാണ്. ഒരാളൊരു ഓപ്പൺ ഫ്ലെയിമിൽ ലേസ് കത്തിച്ച് കണ്ടോ, ഇതിൽ മുഴുവൻ പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കത്തുന്നത് എന്ന് പറയുന്നതായിരുന്നു ആ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതുന്നു. ലേസിൽ എന്തൊക്കെയാണ്, ലേസ് അല്ലെങ്കിൽ അതുപോലത്തെ പൊട്ടറ്റോ ചിപ്സിൽ എന്താണ് പ്രധാനമായിട്ടുണ്ട് എന്ന് നോക്കാം. പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് സ്റ്റാർച്ചിന്റെ നല്ലൊരു സോഴ്സാണ്. സ്റ്റാർച്ച് എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ ലേസിൽ പ്രധാനമായിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള കൊഴുപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. എണ്ണയോ കൊഴുപ്പോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. അത് ഏതാണ്ട് 35% വരും എന്നാണ് കണക്ക് പറയുന്നത്. ഉപ്പ്, പഞ്ചസാര ഒക്കെ ഉണ്ട്. ഇതിലെ പല വസ്തുക്കളും തീപിടിക്കുന്നതാണ്. ഇപ്പോൾ ഡ്രൈ ഫോമിലുള്ള സ്റ്റാർച്ച് തീപിടിക്കുന്നതിന് നിങ്ങളൊരു പപ്പടം എടുത്ത് കത്തിച്ച് നോക്കിയാൽ മതിയാവും, അതും കത്തും. അതുപോലെ തന്നെ ഫാറ്റും ഓയിൽസും തീപിടിക്കും എന്നുള്ളത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ പഞ്ചസാരയും കത്തുന്ന വസ്തുവാണ്. അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് വാസ്തവത്തിൽ അത് കത്താനിടയാകുന്നത്. സ്റ്റാർച്ച് ഒരു പോളിമറാണ്. മറ്റ് കൃത്രിമ പോളിമറുകളെ പോലെ അല്ല അതിന്റെ ഘടന എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. സ്വാഭാവികമായ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന നീണ്ട ചങ്ങലയോടുകൂടിയ ഒരു പോളിമർ തന്നെയാണ് സ്റ്റാർച്ചും. അതും ഒരു ഓർഗാനിക് പോളിമർ തന്നെയാണ്. അപ്പോ ഈ കത്തുന്ന വീഡിയോയിൽ ഇത് കത്തുന്നതിനുള്ള കാരണം പ്ലാസ്റ്റിക് ഉള്ളത് കൊണ്ടല്ല, അതിലെ മറ്റ് ഘടകങ്ങൾ കാരണമാണ്. പക്ഷെ ലേസിന് അതേപോലത്തെ പൊട്ടറ്റോ ചിപ്സുകളെ വറുത്ത് ഇത്തരത്തിൽ കഴിക്കുന്ന വസ്തുക്കളെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടാവേണ്ട കൺസേൺ വാസ്തവത്തിൽ അതിലെ പ്ലാസ്റ്റിക്കിനെ കുറിച്ചല്ല, അതിന്റെ ഒരു കണ്ടൻസ് എത്രമാത്രം ആരോഗ്യകരമാണ് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതില് ഏതാണ്ട് 35% ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ വലിയ അളവിൽ ഉപ്പുണ്ട്, പഞ്ചസാരയുണ്ട്, മാത്രമല്ല ഫൈബേഴ്സ് ഇല്ല, മറ്റ് ന്യൂട്രിയൻസ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ അളവിൽ തന്നെ വലിയ തോതിൽ കലോറി അടങ്ങിയിട്ടുണ്ട്, ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു പാക്കറ്റ് ചിപ്സ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഡെയിലി ഫാറ്റ് ഇൻടേക്കിന്റെ ഏതാണ്ട് മുഴുവനും തന്നെ നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അധികം നമ്മൾ കഴിക്കുന്ന ഫാറ്റ് പിന്നെ നമ്മുടെ ശരീരത്തിൽ എക്സസ് ആണ്. അത് മറ്റു പല പ്രശ്നങ്ങൾക്കും ഇടയാക്കും. അപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ ഒക്കെ ഉണ്ടാക്കാൻ ഇത്തരം ചിപ്സുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് കാരണമാവും. ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും ഒരു 1-2 പീസോ എപ്പോഴെങ്കിലും ലേസ് കഴിക്കുന്നതിനെ കുറിച്ചല്ല. സ്ഥിരമായിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള ചിപ്സുകളും അത്തരത്തിലുള്ള പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉയർന്ന രക്തസമ്മർദ്ദം, അമിതവണ്ണം പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ, കൊളസ്ട്രോള് ഒക്കെ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ ലേസിലെ പ്ലാസ്റ്റിക്കിനെക്കാളും കൺസേൺഡ് ആവേണ്ടത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്ലാസ്റ്റിക് പാക്കിങ്ങിൽ വരുന്ന എല്ലാ ഫുഡ് ഐറ്റംസിലേക്കും ചെറിയ തോതിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇത് കത്താൻ മാത്രം മൈക്രോ പ്ലാസ്റ്റിക്കുകളൊന്നും അതിൽ നിന്ന് അത്രയും എമൗണ്ട് ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെ അത് കത്തുന്നതിന്റെ കാരണം വാസ്തവത്തിൽ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കൊണ്ടല്ല.